ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങളെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഞാനും ചേട്ടനും അച്ഛനും അമ്മയും കുഞ്ഞേട്ടനും പിന്നെ അച്ഛൻ്റെ അനിയത്തിയും ഷൈലാൻറ്റി, ഞങ്ങളെല്ലാവരും കൂടെ പറശ്ശിനിക്കടവിലോട്ട് പോവുകയാണ്. മുത്തപ്പനെ കാണാൻ പോവാം. ഞാനൊരു വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷെ പോകുന്ന വഴിക്ക് അതൊരു ഓർമ്മയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ എത്തി കേട്ടോ. പറശ്ശിനിക്കടവ് എത്തി. ഇവിടുന്ന് അവിടെ അമ്പലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമത്തെ രാവിലത്തെ വീഡിയോസൊന്നും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ എടുക്കണമെന്നൊന്നും. പിന്നെ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇവിടുന്ന് എടുത്ത കുറച്ച് ക്ലിപ്പുകൾ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടേക്കുവാണ്. വലിച്ചു വാരിയൊന്നും എടുത്തിട്ടില്ല, എന്നാലും ഞാൻ മറന്നുപോയി ഇന്ന സ്ഥലത്തു നിന്ന് എടുക്കണമല്ല, ചിലതൊന്നും എടുത്തിട്ടില്ല. നല്ല തിരക്കും ഉണ്ടായിരുന്ന അമ്പലത്തിൽ. ഞാനിത് രണ്ടാമത്തെ വട്ടം കേട്ടോ പോകുന്നത്. ആദ്യം ഞാൻ ഒരു വട്ടം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ രണ്ടാമത് ആണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. നേരെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നേ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ജീപ്പിലാണ് പോയത്. പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സ്ഥലമൊന്നും ഇല്ലായിരുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അകത്തോട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കൊണ്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് അപ്പൂപ്പൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് പൂവൊക്കെ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കപ്പോൾ നല്ല രസമായിരിക്കും, പൂവ് എടുക്കട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി തേങ്ങയും പയറും ചായയും കഴിഞ്ഞ വട്ടം പോയപ്പോൾ എനിക്ക് കഴിച്ച് പക്ഷെ ഉള്ളിൽ കയറി അതിൻ്റെ ഒരു സ്ഥലം ഉണ്ടല്ലോ അകത്ത്, അവിടെ കയറിയല്ല ഞാൻ കഴിച്ചത്, പുറത്തിരുന്നാണ് കഴിച്ചത്. എനിക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് അകത്ത് കയറിയില്ല. ഈ വട്ടം പക്ഷേ ഞാൻ ഉള്ളിൽ കയറി. പിന്നെ കാലൊക്കെ കഴുകി ഉള്ളിലോട്ട് കയറി പ്രാർത്ഥിച്ച്. നല്ല തിരക്കുണ്ടായിരുന്നു, കുറച്ച് സമയം എടുത്ത് തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്ത് നിൽക്കുക കേട്ടോ. പുറത്ത് നിന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ ബോട്ടിൽ കയറാനായിരുന്നേ, ഹൗസ് ബോട്ടിൽ. അത് ഞാൻ ഇതുവരെയായിട്ട് ഈ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. സാധാ കുഞ്ഞു ബോട്ടിലും കയറിയിട്ടില്ല, ചെറിയ തോണി അതിലും കയറിയിട്ടില്ല. അപ്പം ഈ വട്ടം ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് കയറണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളും കൂടെ കയറി. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ നല്ല വെയിലുമായിരുന്നു, നല്ല ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി 1-2 റീൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത്, പാട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ചേട്ടന് പേടിയായിരുന്നു കേട്ടോ ഇതിനകത്ത് കയറാൻ. പിന്നെ ഞാൻ ഇത്രയും പ്രായമായില്ല, അല്ലെങ്കിൽ ഇത്രയും വലിയ കുട്ടിയായില്ലേ, എന്നിട്ട് ഇതിനകത്ത് കയറാൻ പേടിയാണോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വലിച്ച് കയറ്റിയതായിരുന്നു. ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ അതിനകത്ത് നോക്കിയായി എന്തൊക്കെയോ ഇങ്ങനെ നോക്കുക കേട്ടോ, സൈഡിലൂടെ ഇരുന്ന് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നേ. അപ്പോൾ ക്യൂ നിന്ന് ഇങ്ങനെ കയറി കുറേ നേരം നിന്ന് ഇങ്ങനെ വളഞ്ഞ് കയറി പോയവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ, കഴിഞ്ഞ വട്ടം പോയെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വെറുതെ കടകളിലൊക്കെ കയറി 1-2 സാധനങ്ങളൊക്കെ നോക്കി, എന്തൊക്കെയുണ്ട് വിലയെല്ലാം ചോദിച്ച്. ഒന്നും വാങ്ങിയില്ല, ഞങ്ങളങ്ങനെ ഒന്നും വാങ്ങിയില്ല. എനിക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഞങ്ങൾ നോക്കി, പക്ഷെ എല്ലാത്തിനും കുറച്ച് വില ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്നും വാങ്ങിയില്ല, എല്ലാം ഇങ്ങനെ കയറി എല്ലാ കടയിലും ഒക്കെ കയറി നോക്കി. പിന്നെ ഞാൻ പിന്നെ വാങ്ങിയത് ഒരു ഫോണാണ്, കുഞ്ഞു ഫോണാണ്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. പിന്നെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ കാണാനും ഫ്രെയിംസും. അപ്പം അതൊക്കെ ഞാൻ കുറേ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടായിരുന്നു. അപ്പം വല്ലപ്പോഴും നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോവുള്ളൂ.
ബീച്ചിലും കൂടെ കയറാമെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ബീച്ചിൽ പോകുന്ന, കുറേ നാളായി പോയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാനൊക്കെ. അങ്ങനെ എന്തോ കുറച്ച് നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം നല്ല വെയിലായിരുന്നു. അപ്പോൾ അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടന് വെള്ളത്തിലോട്ട് ഇറങ്ങി വരാനും പേടിയായിരുന്നു. ഇവിടെ ആകുമ്പോൾ അത്ര വലിയ തിരയല്ലല്ലോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ ഞാൻ മറന്നുപോയി. എനിക്ക് അറിഞ്ഞൂടാ, മറന്നുപോയി സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഇവിടെ അത്രയ്ക്ക് വലിയ തിരയായിട്ട് കയറി വരൂല, അതുകൊണ്ട് പേടിക്കണം, ഇത്രയേ വരുള്ളൂ. പക്ഷേ ചേട്ടന് ഭയങ്കര പേടിയായിരുന്നു. ചേട്ടൻ വരുത്തേയില്ല, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങത്തേയില്ല. പിന്നെ ഞാൻ വാന്ന് കുറേ നിർബന്ധിച്ചിട്ട് ഇറങ്ങി വന്ന്. അപ്പോഴും വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് നേരം നിന്നേ ഉള്ളൂ. ഇവിടെ വെയിലും കൂടെ ആയതുകൊണ്ട് അധികം നേരം ഞങ്ങൾ നിന്നില്ല. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി, കുറച്ച് നേരം നടന്ന് പിന്നെ ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോയി. ഇപ്പം ഞങ്ങൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിലാട്ടോ ഉള്ളത്. അവിടെ നിന്ന് കുഞ്ഞേട്ടന് കാക്കി വാങ്ങണമായിരുന്നു, കാക്കി ഷർട്ട്. അപ്പോൾ പുതിയ കാക്കികൾ വാങ്ങാൻ കുഞ്ഞേട്ടൻ പോയേക്കും. അപ്പം ഞാനും ചേട്ടനും വെയിറ്റ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച്, ചായയും പിന്നെ ഈ സാധനം ഈ സൈഡിലേക്ക് അതിൻ്റെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആ സാധനം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറ്റിയടിയിലെത്തി. പിന്നെ എന്തൊക്കെ ബേക്കറി ഐറ്റംസൊക്കെ നോക്കാൻ ചേട്ടൻ പോയതാണ്. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. ഷൈലാൻഡി ഇവിടെ ഇറക്കിയിട്ട് നല്ല ഇറങ്ങി എന്നിട്ട് ഷൈലാൻഡി ബസ് കയറി വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ എന്തോ പോലെ ആയി. ഞാൻ രാവിലെ എങ്ങനെ പോയത്, ഞാൻ രാവിലത്തെ വീഡിയോ ഒന്നും എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോസ് സംഭവമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്. പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ നിന്ന്, കണ്ണാടിയിലൊക്കെ നോക്കി നിന്ന്. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫോൺ, ഞാൻ അവിടെ നിന്ന് വാങ്ങിയ ഫോണായിട്ടോ കാണിക്കുന്നത്. ഇത് മറ്റേ ദേവൂടാ പട്ടില്ല, ബാക്കിയൊക്കെ ഉണ്ട്, അതായിരുന്നു വേണ്ടത്. ഇതിന് ഞാൻ കുറേ ആയിട്ട് ചേട്ടനോട് പറയുന്നുണ്ടായിരുന്നേ വാങ്ങിത്തരാൻ, പക്ഷേ ചേട്ടൻ വാങ്ങി തന്നില്ല. പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ വാങ്ങിപ്പിച്ച്. പേരൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര പൈസ അവിടെയൊക്കെ. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു വാങ്ങണമെന്ന്. എനിക്കിതുണ്ടായിരുന്നു, പന്നലായിപ്പോയി. അപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി കഴിക്കണം, കിടന്നുറങ്ങണം. ടാറ്റാ.